നമസ്കാരം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കുതിക്കുകയാണ്. വിദേശ നാണയ ശേഖരത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണ ശേഖരത്തിൽ ജപ്പാനെ പിന്തള്ളിയിരിക്കുകയാണ് ഇന്ത്യ. ഓഗസ്റ്റ് 30 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യ 9ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം ജപ്പാൻ 9ാം സ്ഥാനത്തും ഇന്ത്യ 10ാം സ്ഥാനത്തുമായിരുന്നു. ഓഗസ്റ്റ് മാസം സ്വർണ്ണശേഖരത്തിൽ മാത്രം $86.2 കോടി വർധനവാണ് ഉണ്ടായത്. ഇതോടെ മൊത്തം സ്വർണ്ണശേഖരത്തിന്റെ മൂല്യം $6186 കോടി ഉയർന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ഇന്ത്യ തുടർച്ചയായി സ്വർണത്തിലുള്ള കരുതൽ ശേഖരം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 290 ടൺ സ്വർണമാണ് ഇടക്കാലത്ത് റിസർവ് ബാങ്ക് വാങ്ങി സൂക്ഷിച്ചത്. വിദേശ കറൻസികളുടെ പ്രകടനം ആഗോള സാമ്പത്തിക സ്ഥിതിയിൽ പ്രവചനാതീതമായിക്കൊണ്ടിരിക്കുകയാണ്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കേന്ദ്ര സർക്കാർ തിരിഞ്ഞത്. 2024 ജൂലൈ വരെ 42.5 ടൺ സ്വർണ്ണ RBI കരുതൽ ശേഖരത്തിന്റെ ഭാഗമാക്കി. ഇതോടെ ഇന്ത്യയുടെ സ്വർണത്തിലുള്ള കരുതൽ ശേഖരം 846 ടൺ കടന്നു. ജൂലൈ മാസത്തിൽ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ മൊത്തം 37 ടൺ സ്വർണം വാങ്ങിയിരുന്നു. 14 ടണ്ണുമായി നാഷണൽ ബാങ്ക് ഓഫ് പോളണ്ട് ആണ് മുന്നിൽ. 10 ടൺ സ്വർണം വാങ്ങിയ ഉസ്ബെക്കിസ്ഥാൻ കേന്ദ്ര ബാങ്കാണ് 2ാം സ്ഥാനത്ത്. അടുത്ത 5 വർഷത്തിനകം ലോകത്തെ വിവിധ കേന്ദ്ര ബാങ്കുകളുടെ കരുതൽ ശേഖരത്തിൽ പ്രധാന ഇനമായി സ്വർണം മാറുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. വിദേശ കറൻസികളിലെ കയറ്റിറക്കങ്ങളും ആഗോള തലത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതയും വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിനാലാണ് സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുന്നത്. മധ്യേഷ്യയിലെ ഇസ്രായേൽ ഹമാസ്, യൂറോപ്പിലെ യുക്രൈൻ റഷ്യ സംഘർഷങ്ങൾക്ക് ശേഷം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടിയാണ് ലഭിച്ചത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ബാങ്കുകൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്ക് കരുതൽ വിദേശ നാണ്യ ശേഖരത്തിലേക്ക് കറൻസികൾക്ക് പകരം സ്വർണം വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നത്. ഭൗമരാഷ്ട്രീയ സംഘർഷ സാഹചര്യങ്ങളിൽ കറൻസികളുടെ മൂല്യ തകർച്ചയ്ക്ക് സാധ്യതയേറെയാണ്. അതേസമയം ഇത്തരം സാഹചര്യങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ സ്വർണത്തിനുണ്ടാകും. റിസർവ് ബാങ്കും നാഷണൽ ബാങ്ക് ഓഫ് പോളണ്ടും 19 ടൺ സ്വർണമാണ് കഴിഞ്ഞ പാദത്തിൽ മാത്രം വാങ്ങിക്കൂട്ടിയത്. ഡോളർ റിസർവിന് പകരം ഗോൾഡ് റിസർവിലേക്ക് പല രാജ്യങ്ങളും മാറുകയാണ്. അതിനുള്ള പ്രധാന കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് അമേരിക്കയും യൂറോപ്പും റഷ്യയുടെ ഡോളർ റിസർവ് മരവിപ്പിച്ചതാണ്. ഇതാണ് കൂടുതൽ രാജ്യങ്ങളെ സ്വർണത്തിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചത്. അതിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 13.3 ടൺ സ്വർണമാണ് വാങ്ങിയത്. ലോകത്തെ സ്വർണത്തിന്റെ ഡിമാൻഡിന്റെ പകുതിയും ഇന്ത്യ, ചൈന എന്നിവിടങ്ങളിൽ നിന്നാണ്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 30 അവസാനിച്ച ആഴ്ചയിൽ വിദേശ നാണ്യ ശേഖരം $68,399 കോടി എത്തിയതായി RBIയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്വർണ്ണ ശേഖരത്തിൽ മാത്രം $86.2 കോടി വർധനവുണ്ടായി. ഇതോടെ മൊത്തം സ്വർണ്ണ ശേഖരത്തിന്റെ മൂല്യം $6186 കോടി ഉയർന്നിരുന്നു. കരുതൽ ശേഖരത്തിന്റെ പ്രധാന ഘടകമായ വിദേശ കറൻസി ആസ്തി $148.5 കോടി വർദ്ധിച്ച് $59,900 കോടി ആഗോളതലത്തിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉയർന്ന വിദേശ നാണയ കരുതൽ ശേഖരമാണ് രാജ്യത്തിന് കരുത്താകുന്നത്. സ്വർണ്ണ ശേഖരത്തിലും ഇന്ത്യ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 800 ടണ്ണിലധികമാണ് ഇന്ത്യയുടെ സ്വർണ്ണ ശേഖരം. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ഇന്ത്യയിലുമായാണ് റിസർവ് ബാങ്ക് സ്വർണ്ണ ശേഖരം സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിലൊരു ഭാഗം അടുത്തിടെ ഇന്ത്യയിലേക്ക് മാറ്റിയിരുന്നു. $US മുതൽ യൂറോ, ജപ്പാനീസ് യെൻ, പൗണ്ട് എന്നീ റിസർവ് കറൻസികളാണ് വിദേശ നാണ്യ ശേഖരത്തിൽ പ്രധാനമായും ഉൾപ്പെടുന്നത്. രൂപയുടെ മൂല്യം ഇടിഞ്ഞാലും വിദേശ നാണ്യം ഉപയോഗിച്ചാണ് ഡോളർ രൂപ വിനിമയ നിരക്ക് കുറയ്ക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ആഗോളതലത്തിൽ മൂല്യമുള്ള സാമ്പത്തിക വിനിമയോപാധിയായി സ്വർണം ഉപയോഗിച്ചു തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.